നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ട്രൗസേഴ്സിന്റെ അല്ലെങ്കിൽ പാൻസിന്റെ ക്രോച്ച് ഓൾട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് അളവ് തന്നിട്ടുള്ള പാൻസ്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ പാൻസ് നമുക്ക് കുറയ്ക്കാനുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ഓൾട്ടർ ചെയ്യേണ്ട പാൻസ്. അപ്പോൾ അതിൻ്റെ ക്രോച്ച് പോർഷനിൽ സ്റ്റിച്ച് എല്ലാം ഞാൻ വിടിയിച്ച് വെച്ചിട്ടുണ്ട്. സീം റിപ്പർ യൂസ് ചെയ്ത് എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലെങ്ത് ഓഫ് ദ പാൻസ് മെഷർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ പാൻസ് ഇൻസൈഡ് ഔട്ട് ചെയ്യുക, അതായത് അകം പുറം തിരിക്കാം. അതിനുശേഷം വേസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് നമുക്കൊരു സ്റ്റിച്ച് കാണുന്നുണ്ടല്ലോ, ആ സ്റ്റിച്ചിന്റെ മുകളിൽ കൂടെ, അതായത് ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടെ വേസ്റ്റിൽ നിന്ന് നേരെ താഴേക്ക് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള പാൻസിന്റെ മുകളിൽ കൂടെ നമ്മൾ മെഷർ ചെയ്യാണ്. സ്റ്റിച്ചിന്റെ മുകളിൽ കൂടെ വെച്ചിട്ട് സൈഡ് സ്റ്റിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് 2 തവണ മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ആദ്യത്തെ തവണ മെഷർ ചെയ്യുമ്പം ചിലപ്പോൾ മൈനർ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടാവാം. അപ്പം സെക്കൻഡ് ടൈം കൂടി മെഷർ ചെയ്യുക. എന്നിട്ട് ഉറപ്പ് വരുത്തുക എത്രയാണ് എക്സാക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. കാരണം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പാൻസിൻ്റെ സൈഡ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പം ചുളിഞ്ഞൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഡിഫറൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവാം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഓൾട്രേഷൻസ് ചെയ്യുന്ന സമയത്ത് അളവ് തന്നിട്ടുള്ള ഡ്രസ്സിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും 2 തവണ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫ്രണ്ട് ക്രോച്ചിൻ്റെ ലെങ്ത് ആണ് അടുത്ത് നോക്കുന്നത്. 9.4 ഇഞ്ചാണ് വരുന്നത്. സീം അലവൻസ് കൂട്ടിയാൽ 9.25 ഇഞ്ച് വരും. 9.4 ഫ്രണ്ട് ക്രോച്ചിൻ്റെ ലെങ്ത്. അടുത്തത് ബാക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്. അത് 9.5. ഇപ്പോൾ 9.5 സീം അലവൻസ് കൂട്ടിയിട്ടില്ല, അത് കൂട്ടാതെയുള്ള ലെങ്ത് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സൽവാർ പാൻസിൻ്റെ ക്രോച്ച് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് പാൻസിൻ്റെയും ക്രോച്ച് ഏരിയ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. ഇനി ഇതിപ്പം അളവ് തന്നിട്ടുള്ളത് കൊണ്ടാണ് ക്രോച്ച് ഏരിയ എത്രയുണ്ടെന്ന് കറക്റ്റായിട്ട് ഞാൻ മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇനി ജസ്റ്റ് കുറച്ച് ലൂസ് ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഒരു പാൻസ് കിട്ടുന്നതെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഇത്രയും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കാതെ റഫായിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അത് നമുക്ക് വഴിയെ കാണാം എങ്ങനെയാണത് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഇത് നമ്മൾക്ക് ഓൾട്രേഷൻ ചെയ്യാനുള്ള പാൻസാണ്. ആ പാൻസിൻ്റെ ലെങ്ത് നോക്കുക. ഇപ്പം ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന 20 ഇഞ്ചസ് ആണ്. 20 ഇഞ്ചസിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. രണ്ടാമത്തെ തവണ ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യാണ്, കറക്റ്റാണോ. ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും 2 തവണ ചെക്ക് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഗുഡ്. കുറഞ്ഞു പോവരുതല്ലോ ഒരുപാട്. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് റഫായിട്ട് ഞാനങ്ങ് വരയ്ക്കുകയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വരയ്ക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് സ്ട്രെയിറ്റ് ആയിരിക്കും. പക്ഷെ എന്നെ പോലെയുള്ള ബിഗിനേഴ്സിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുമ്പോൾ എന്തായാലും ഒരു 1/8 ഇഞ്ചെങ്കിലും ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, കണ്ടോ, 3.5 കഴിഞ്ഞിട്ട് ഒരു 1/8 അത്രയും മതി. അപ്പോൾ കറക്റ്റ് അത്രയും വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. വളരെ മൈനർ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണ്, പക്ഷെ അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊന്നും വരില്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ഒരു വര വരച്ചാൽ കറക്റ്റ് വരും.
ഇതിപ്പോൾ എന്നെ പോലെയുള്ള ബിഗിനേഴ്സിനൊക്കെ ആകുമ്പം എപ്പോഴും മെഷർമെൻറ്റ്സ് താഴേന്ന് എടുക്കാം. നമ്മളുടെ മാക്സിമം ലെങ്ത് ഉള്ള കിട്ടുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, താഴേന്ന്, അതായത് പാൻസിൻ്റെ ഏറ്റവും താഴേന്ന് ലെഗ് പോർഷൻ്റെ ഓപ്പണിങ്, ലെഗ് ഓപ്പണിങ്ങിന്ന് മെഷർ ചെയ്തെടുക്കാം. ഇനി 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട ശേഷം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത പീസ് അടുത്ത ലെഗിൻ്റെ പോർഷനിലേക്ക് വെച്ച ശേഷം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അവിടെ കട്ട് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും. പക്ഷേ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ഏറ്റവും താഴത്തെ പോർഷനിൽ നിന്ന് മെഷർ ചെയ്ത് കൊടുക്കുക. മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പാൻസിൻ്റെ ലെഗ് പോർഷൻ, ഈ ലെഗ് ഓപ്പണിംഗ് ഉണ്ടല്ലോ, കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കയറി ഇറങ്ങിയൊന്നും ഇരിക്കരുത്. കയറി ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നതും കയറി ഇറങ്ങി പോവും, പിന്നെ തയ്ക്കുന്ന എല്ലാം കയറി ഇറങ്ങി പോവും. സോ അതുകൊണ്ട് എപ്പോഴും കറക്റ്റായിട്ട് വലിച്ച് പിടിക്കുക, അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ലെഗ് ഓപ്പണിങ്ങിനെ 2 അങ്ങ് മടക്കി അടിച്ചാൽ മാത്രം മതി. ഒന്ന് മടക്കി രണ്ടാമതൊന്ന് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ലെഗ് ഓപ്പണിങ്ങിൻ്റെ ഓൾട്രേഷൻ ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. അടുത്തത് ഇനി ക്രോച്ച് ഓപ്പണിംഗ് എങ്ങനെ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്ത് എത്രയാണ് നമുക്ക് നോക്കാം. ബാക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണുള്ളത്? 9 ഇഞ്ചാണ് വന്നത്. റിക്വയർഡ് എത്രയായിരുന്നു? അളവിൻ്റെ 9.5 ആയിരുന്നു. ഇതിൻ്റെ എന്ന് പറയുന്നത് 7.5 ഫ്രണ്ട് ക്രോച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. എത്രയായിരുന്നു ആക്ച്വലി ആവശ്യമുള്ളത്? 9.25 തോന്നുന്നു അല്ലേ? 9.25. അപ്പോൾ എത്ര ഡിഫറൻസ് വരുന്നത്? ഫ്രണ്ട് ക്രോച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് 1.25 ഇഞ്ച് എക്സ്ട്രാ വേണം. ബാക്ക് ക്രോച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം. ഇനി ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു പീസാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.75, ഇതിൻ്റെ എന്ന് പറയുന്നത് 0.5. ഓക്കെ. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള വീതി 6 ഇഞ്ച്, അതായത് സെൻറ്റർ പോർഷനിൽ നിന്ന് 3 ഇഞ്ച് റൈറ്റ് സൈഡിലേക്കും 3 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലേക്കും. അത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കിതിൻ്റെ പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ നിന്ന് 3 ഇഞ്ച് 3 ഇഞ്ച് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക്, അതായത് നോർത്ത് ഡയറക്ഷനിൽ 1.75 ഇഞ്ചസ് മാർക്ക് ചെയ്തു. താഴേക്ക് 0.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇത് മാർക്ക് ചെയ്തെടുക്കുക. നല്ലൊരു ഡയമണ്ട് ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പം ഈ ഒരു പോർഷനിലാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം അളവ് തന്നിട്ടുള്ള പാൻസിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരയ്ക്കേണ്ടത്. ഇപ്പം ജസ്റ്റ് ക്രോച്ച് ലൂസാക്കി എടുക്കുക. സൽവാർ പാൻസിനൊക്കെ ക്രോച്ചിൻ്റെ പോർഷൻ വെറുതെ അങ്ങ് കുറച്ചങ്ങ് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പ് റഫായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഒരു 3 ഇഞ്ചിൻ്റെയോ 4 ഇഞ്ചിൻ്റെയോ, എല്ലാ സൈഡും 4 ഇഞ്ച് ആയിക്കോട്ടെ, അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത ശേഷം അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇത് പാൻസിൻ്റെ ഒക്കെ ആകുമ്പം വിസിബിൾ ആവുമല്ലോ പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുറത്തേക്ക് കാണാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഓൾട്രേഷൻസ് എന്നും ഒരു ഓൾട്രേഷൻ ആണ്. പാച്ച് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാം അത് പാച്ച് വർക്ക് ആണെന്ന്. അപ്പം അതൊക്കെ മാക്സിമം ഹൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 ഇഞ്ച് മാത്രം വീതി എടുത്തത്.
പിന്നെ ഈ ഒരു സ്റ്റിച്ച് കണ്ടോ, ഈ ഒരു സ്റ്റിച്ചാണ് നമ്മുടെ സെൻറ്റർ പോർഷനിൽ വരേണ്ടത്. കാരണം ഫ്രണ്ട് ക്രോച്ചിൻ്റെ സ്റ്റിച്ച് എന്ന് പറയുന്നത് അതാണ് വരുന്നത്, ഇങ്ങനൊരു ഇതാണ്. അപ്പോൾ മറ്റേ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നിവർത്തിയിടുക. കണ്ടോ? ഇനി അടുത്തത് മടക്കി അടിച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ മടക്കി അടിച്ചിട്ടുള്ള പോർഷൻ കൂടെ സീം റിപ്പർ യൂസ് ചെയ്തിട്ട് തുറന്നു വയ്ക്കാം. അത് മുഴുവൻ തുറന്നു വിടുക. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള തുണി കിട്ടുള്ളൂ. ഇപ്പം ആവശ്യത്തിനുള്ള തുണി കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ. ഈ പാറ്റേൺ മിഡിലിൽ വെച്ച ശേഷം, അപ്പം സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിലേക്ക് വരണം. സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്രോച്ചിൻ്റെ മിഡിലുള്ള ആ ഒരു സ്റ്റിച്ച്, അത് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ വയ്ക്കാൻ പറയുന്നത്. ഇനി ഇത് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്ത ശേഷം 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഇന്നത്തെ കാലത്ത് റീയൂസ്, റീപർപ്പസ്, റീസൈക്കിൾ ഇതിൻ്റെ എല്ലാം ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് പഴയ ജീൻസൊന്നും കളയരുത്. പഴയ ജീൻസൊക്കെ ഫിറ്റ് ആവുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഫിറ്റാക്കാൻ ശ്രമിക്കണം. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സമയമാണ് റീയൂസ്, റീപർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. ഇനി കറക്റ്റായിട്ട് വെക്കുക. ഫ്രണ്ട് ക്രോച്ചിൻ്റെ അവിടെ ഏത് ഭാഗമാണ് വരുന്നത് അത് കറക്റ്റായിട്ട് വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് പിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ മിഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ആദ്യം തയ്ക്കുക. അതിനുശേഷം എപ്പോഴും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡിൽ നിന്നായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് മിഡിലിൽ നിന്നായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ പിന്നൊന്നും ചെയ്ത് വെക്കണം എന്നില്ല. ബിഗിനേഴ്സിന് എപ്പോഴും പിൻ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പിൻ ചെയ്ത് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ആ സ്റ്റിച്ച് എപ്പോഴും ഒരു ഒരു കണ്ടിന്യൂറ്റി വരണം സ്റ്റിച്ചിന്. പാച്ച് വർക്കിനെ പാച്ച് വർക്ക് പോലെ തോന്നാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണല്ലോ നമ്മുടെ ചലഞ്ച്. ഓക്കെ, അപ്പോൾ 2 ലെഗ് ഓപ്പണിങ്സും ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മിഡിലുള്ള ഈ പാച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ സ്റ്റിച്ചും കൂടി കൊടുത്ത് സെക്യൂർ ചെയ്ത് വെക്കണം. കാരണം ജീൻസൊക്കെ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള ത്രെഡാണ്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താ, സാധാരണ സ്റ്റിച്ചിങ് ത്രെഡ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ നല്ലപോലെ സ്റ്റിച്ചസ് ഒക്കെ കൊടുത്താൽ മാത്രമേ അത് അവിടെ സെക്യൂർ ആയിട്ട് അത് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ചൊക്കെ വിട്ടുപോരാൻ തുടങ്ങും. മസ്റ്റായിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ച് ഓൾവേസ് കീപ്സ് ഇറ്റ് വെരി സ്ട്രോങ്. സോ അതുകൊണ്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇനി അടുത്തത് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം, എത്രയാണ് ലെങ്ത് വരുന്നത്, നമ്മൾ കറക്റ്റായിട്ടാണോ അറ്റാച്ച് ചെയ്തത്, എത്ര എക്സ്ട്രാ വരുന്നുണ്ട്, എത്ര കുറവുണ്ട്, അതോ കറക്റ്റാണോ. അപ്പോൾ ഫ്രണ്ട് ക്രോച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് റിക്വയർഡ് 9.25 നമുക്ക് 9.5 4 ഇഞ്ച് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ കറക്റ്റാണ് 1/2 ഇഞ്ച്. ഇനി അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് ആ ഒരു പാച്ച് മാത്രം നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം മുകളിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഓരോ തവണയും ജീൻസ് അല്ലേ, നമ്മൾ ചിലപ്പോൾ സ്ട്രെച്ച് ചെയ്യും, ചിലപ്പം സ്ട്രെച്ച് ചെയ്യില്ല, അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അപ്പം കറക്റ്റായിട്ട് അറിയണമെങ്കിൽ പാച്ച് മാത്രം മെഷർ ചെയ്യുമ്പോൾ 2.5 ഇഞ്ച്, അവിടെയും 4 ഇഞ്ച് കൂടിയിട്ടുണ്ട്. കാരണം ഫ്രണ്ട് ക്രോച്ചിൻ്റെ നമ്മളെടുത്ത 1.25 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ചും, 1.25 + 1/2 എങ്ങനെ പോയാലും 2.25 വരണ്ടേ. അപ്പോൾ എന്തായാലും 4 ഇഞ്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി സ്യൂയിങ്.